നമസ്കാരം. 2025 1200 ആണ്ട് വിഷു ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് വിദേശയാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, വിദേശത്ത് ജോലിക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിദേശയാത്ര സഫലമാകുന്നതും, വിദേശത്തുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിലൊക്കെ പ്രവേശിക്കാൻ സാധ്യമാകുന്നതാണ്. ഈ വിഷു വർഷം നിങ്ങൾക്ക് നല്ല പുത്തൻ അനുഭവങ്ങളൊക്കെ കൊണ്ടുതരുന്നതാണ്. കർമ്മരംഗം പൊതുവെ ഉഷാറാകുകയും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. ചിട്ടിയോ ലോണോ ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ധനവരവിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നേതൃത്വ പാടവം, അതായത് നേതൃത്വ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും സാമൂഹിക സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് നേതൃത്വ പാടവം ഉണ്ടാകുന്നതും അതിനെ ജനങ്ങൾ അംഗീകരിക്കുന്നതുമാണ്. ശമ്പളം കിട്ടാനൊക്കെ കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നവർക്ക് ശമ്പളമൊക്കെ കൂട്ടിക്കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എഴുതിയിട്ട് 1-2 വട്ടമൊക്കെ എഴുതിയിട്ട് കിട്ടാതിരിക്കുന്നവർക്കുമൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയങ്ങളാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളുണ്ടെങ്കിലും സാങ്കേതികപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ നല്ല ഒരു വർഷം തന്നെയായിരിക്കും ഇത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. വിവാഹത്തിന് തടസ്സം മാറി യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. ജാതകവശാലുള്ള തടസ്സങ്ങളും കൂടെ മാറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷം ഒരു വിവാഹ യോഗം വന്നു ചേരുന്നതാണ്. വർഷാവസാനം രോഗദുരിതങ്ങളോ ത്രിദോഷാദി രോഗങ്ങളൊക്കെ മൂർച്ഛിക്കുന്നതാണ്. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, പങ്കാളികളുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാവിന് ദുരിതങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാതാവിൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും.